നാട്ടുവർത്താനത്തിലേക്ക് വിശദമായി. ഇടുക്കിയിലെ റേഷൻ കടകളിൽ പ്രതിസന്ധി തുടരുകയാണ്. ആവശ്യക്കാർ ഏറെയുള്ള ചാക്കരിയും മട്ടയരിയും എത്താത്തതാണ് വ്യാപാരികളെയും ഉപഭോക്താക്കളെയും പ്രതിസന്ധിയിലാക്കുന്നത്. മാസങ്ങളായി പച്ചരിയാണ് കൂടുതലായി സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കടകളിൽ എത്തിക്കുന്നത്. പച്ചരി മാത്രമായി കിട്ടി തുടങ്ങിയതോടെ ഉപഭോക്താക്കളും പ്രതിഷേധത്തിലാണ്. അടിക്കടിയുണ്ടാകുന്ന സെർവർ ഇന്റർനെറ്റ് പ്രശ്നങ്ങളാൽ വലയുകയാണ് റേഷൻ കടകൾ. ഇതിനു പുറമെയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ വിതരണത്തിലൂടെയും സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചാക്കരിയും മട്ടയരിയും കടകളിലേക്ക് എത്തുന്നില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. പച്ചരിക്ക് പുറമെ ആവശ്യത്തിലധികം പഞ്ചസാരയും ആട്ടയും കടകളിൽ എത്തിക്കുന്നതായും ഇവർ പറയുന്നു. വെള്ളേരിക്കും കുത്തരിക്കുമാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. ഈ 30 കിലോ മേടിക്കാൻ വന്നവർ ഏറ്റവും കൂടുതൽ വന്ന ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരാണ്. ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ ആൾക്കാർക്ക് 30 കിലോ അരി കുത്തരി കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിൽ വന്നു കഴിയുമ്പോൾ പച്ചരി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവർ റേഷൻ കടക്കാരുമായിട്ട് നിരന്തരം ഗുസ്തിയാണ്. തുടർച്ചയായി റേഷൻ കടകളിൽ നിന്നും പച്ചരി കൂടുതലായി ലഭിച്ചു തുടങ്ങിയതോടെ നിർധനരും തോട്ടം തൊഴിലാളികളുമാണ് പ്രതിസന്ധിയിലായത്. മഴക്കാലം തുടങ്ങിയതോടെ തോട്ടങ്ങളിലും മറ്റും ജോലി കുറയുന്നതോടെ കുടുംബങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാകും. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണ് കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം കൊട്ടാരക്കര നഗരസഭ പരിധിയിലെ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. നഗരസഭയുടെ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി കരുതിയ പഴകിയ ഭക്ഷണം പിടികൂടിയത്. നന്മ ഹോട്ടൽ, പെലാറ്റിനോ റെസ്റ്റോറന്റ്, ദി കേക്ക് വേർഡ് ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ്, കൈരളി എന്നീ ഹോട്ടലിൽ നിന്നുമാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടിയത്. പരിശോധന കർശനമാക്കുമെന്ന് കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ SR രമേശ് അറിയിച്ചു. വയനാട് ഇരുളം മരീനാട്ടെ സ്വകാര്യ എസ്റ്റേറ്റിൽ ദിവസങ്ങളായി തമ്പടിച്ച കാട്ടാനകളെ തുരത്തിയ കുങ്കിയാനകൾ പ്രദേശത്ത് തുടരുകയാണ്. ചേലക്കൊല്ലി, ഊർക്കടവ്, പാമ്പ്ര ഭാഗങ്ങളിൽ 1 മാസത്തിലധികമായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കുങ്കിയാനകളെ ഉപയോഗിച്ച് കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം വിജയിക്കുകയും ചെയ്തു. 5ലധികം ആനകൾ അടങ്ങുന്ന കൂട്ടത്തെയാണ് കഴിഞ്ഞ ദിവസം ഉൾക്കാട്ടിലേക്ക് തുരത്തിയത്. ഇവ വീണ്ടും ജനവാസ മേഖലയിൽ എത്താനുള്ള സാധ്യത കണക്കിലെടുത്താണ് കുങ്കിയാനകൾ സ്ഥലത്ത് തുടരുന്നത്. കാസർഗോഡ് വീണ്ടും തെരുവുനായ ആക്രമണം. ചെറുവത്തൂർ തിമിര കുതിരച്ചാലിലെ KK മധുവിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. നായ മധുവിന്റെ ചുണ്ട് കടിച്ചു പറിച്ചു. മധുവിനെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് വീട്ടുമുറ്റത്ത് നിന്ന യുവാവിന് തെരുവുനായയുടെ ആക്രമണമേറ്റു. ബാലുശ്ശേരി ഉണ്ണികുളം സ്വദേശി ജിതേഷ് കുമാറിനാണ് നായയുടെ കടിയേറ്റത്. രാത്രിയിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു ആക്രമണം. ജിതേഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ മുറിവാലൻ എന്ന കാട്ടാനയുടെ പരാക്രമം. രാത്രി റോഡിലെത്തിയ ആന വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു. മാട്ടുപ്പെട്ടി റോഡിലെ ഷൂട്ടിംഗ് പോയിന്റിന് സമീപം ആനയെ കണ്ടതോടെ ഇരുഭാഗത്തു നിന്നും എത്തിയ വാഹനങ്ങൾ ഏറെ നേരം നിർത്തിയിട്ടു. ഇതിനിടെ ആനയുടെ അടുത്തുകൂടി വാഹനമെടുക്കാൻ ശ്രമിച്ചതാണ് കാട്ടാനയെ പ്രകോപിപ്പിച്ചത്. വൈകുന്നേരത്തോടെ മുറിവാലനുമൊത്ത് 3ഓളം ആനകൾ ഷൂട്ടിംഗ് പോയിന്റിലെ പുൽമേടുകളിലുണ്ടായിരുന്നു. രാത്രി ആയതോടെയാണ് ഇവ റോഡിലേക്ക് ഇറങ്ങിയത്. തിരുവനന്തപുരത്തെ വിനോദസഞ്ചാര മേഖലയായ വർക്കലയിൽ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമാണ്. ക്യാമറകൾ സ്ഥാപിച്ച പോസ്റ്റുകളിൽ നിന്നും ഇവ ഇളകി താഴേക്ക് വീഴുന്ന അവസ്ഥയിലായിട്ടും അധികൃതർ അറിഞ്ഞ മട്ട് നൽകിയതില്ല. വർക്കല ക്ലിഫിൽ നിന്നും തിരുവമ്പാടി ബീച്ചിലേക്ക് പോകുന്ന നടപ്പാതയിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ടൂറിസം വകുപ്പാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ക്ലിഫിൽ നിന്നും കാൽനടയായി റെസ്റ്റോറന്റുകളിലേക്കും റിസോർട്ടുകളിലേക്കും പോകുന്നത്. വിദേശികൾക്കെതിരെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും അക്രമങ്ങളും നിരീക്ഷിക്കാനാണ് ക്യാമറ സ്ഥാപിച്ചത്. എന്നാൽ ഇതിൽ പലതും സംരക്ഷണമില്ലാതെ നശിക്കുകയാണ്. ക്യാമറകളുടെ നിരീക്ഷണം വർക്കല പോലീസ് സ്റ്റേഷനിലാണ്. പ്രദേശത്ത് കുറ്റകൃത്യങ്ങളോ അക്രമങ്ങളോ നടന്നാൽ പോലും അക്രമികളെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ്. വിനോദസഞ്ചാര മേഖലയിൽ ആവശ്യത്തിനുള്ള പോലീസിനെ പോലും നിയോഗിച്ചിട്ടില്ല എന്ന ആക്ഷേപവുമുണ്ട്. വർക്കല പോലീസ് സ്റ്റേഷനിലും ആവശ്യത്തിനുള്ള പോലീസുകാരില്ല. പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സസ്പെൻഷനിലായിട്ട് 1 മാസം പിന്നിടുന്നു. പകരം ഉദ്യോഗസ്ഥനെ ഇനിയും നിയമിച്ചിട്ടില്ല. 3 സബ് ഇൻസ്പെക്ടർമാരുടെ സേവനം വേണ്ട സ്റ്റേഷനിൽ ഇപ്പോൾ ഒരാൾ മാത്രമാണുള്ളത്. തകർന്നുപോയ നിരീക്ഷണ ക്യാമറകൾ മാറ്റി പുതിയ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും കൂടുതൽ ടൂറിസം പോലീസിനെ നിയമിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 വർക്കല.
ഇടുക്കി അടിമാലിയിൽ മധ്യവയസ്കനെ കുത്തിക്കൊലപ്പെടുത്തി. അടിമാലി കൊരങ്ങാട്ടി കട്ടിലാനിക്കൽ സാജനാണ് കൊല്ലപ്പെട്ടത്. അടിമാലി തലമാലി സ്വദേശി അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന. കാപ്പ കേസിൽപ്പെട്ട് അടുത്തിടെ അനീഷ് ജയിലിലായിരുന്നു. 3 മാസം മുമ്പാണ് ഇയാൾ പുറത്തിറങ്ങിയത്. കൊല്ലം പുനലൂരിൽ തീപിടുത്തമുണ്ടായി. പുനലൂർ തൂക്കുപാലത്തിന് സമീപമുള്ള കടകൾക്കാണ് തീപിടിച്ചത്. രാത്രി 12 മണിയോടുകൂടിയായിരുന്നു തീപിടുത്തം കണ്ടത്. ബേക്കറിയും സമീപത്തെ ഗോൾഡ് കവറിംഗ് ആഭരണശാലയും കത്തി നശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ഇടുക്കി ബോഡിനായ്ക്കന്നൂരിൽ തീവണ്ടിയുടെ ചൂളം വിളി മുഴങ്ങി. ചെന്നൈയിലേക്കും മധുരയിലേക്കുമാണ് നിലവിൽ ബോഡിയിൽ നിന്നും ട്രെയിൻ സർവീസുകൾ. ഇടുക്കിയുടെ അതിർത്തി മേഖലയായ ബോഡിമെട്ടിൽ നിന്നും 27 കിലോമീറ്റർ മാത്രമാണ് ഈ ബോഡിനായ്ക്കന്നൂരിലേക്കുള്ള ദൂരം. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ ബോഡിനായ്ക്കന്നൂരിൽ നിന്നുള്ള ട്രെയിൻ സർവീസ് ഇടുക്കിക്കാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇടുക്കിയിൽ നിന്ന് 27 കിലോമീറ്റർ മാത്രമാണ് ഈ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം. ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് ആണ് ഈ റൂട്ടിലൂടെ സർവീസ് നടത്തുന്നത്. ആദ്യ യാത്രയുടെ ഫ്ളാഗ് ഓഫ് കേന്ദ്രമന്ത്രി എൽ മുരുകൻ നിർവഹിച്ചു. രാത്രി 8:30 ബോഡിനായ്ക്കന്നൂരിൽ നിന്നും ചെന്നൈ ട്രെയിൻ പുറപ്പെടും. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ബോഡിനായ്ക്കന്നൂരിൽ നിന്നും ചെന്നൈയിലേക്കും ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ തിരിച്ചും സർവീസ് നടത്തും. കൂടാതെ മധുര ബോഡിനായ്ക്കന്നൂർ റൂട്ടിൽ അൺറിസർവ്ഡ് എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് നടത്തും. ഇടുക്കിയോട് ചേർന്ന് കിടക്കുന്ന ടൗണിൽ ട്രെയിൻ എത്തുന്നതോടെ ടൂറിസം, വ്യാപാര മേഖലകൾക്കും ഗുണകരമാകും. ഹൈറേഞ്ചിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ ചരക്ക് നീക്കം എളുപ്പമാക്കാൻ ഈ സർവീസ് സഹായകമാകും. കൂടാതെ വിനോദസഞ്ചാരികൾക്കും ശബരിമല തീർത്ഥാടകർക്കും ഈ പാത ഗുണകരമാകും. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് തൊട്ടിൽപ്പാലം ടൗണിൽ തെരുവുനായ ആക്രമണമുണ്ടായി. ഒരാൾക്ക് കടിയേറ്റു. സൂപ്പർമാർക്കറ്റ് ജീവനക്കാരനായ അക്കൽ സ്വദേശി സത്യനാഥനാണ് ആക്രമണത്തിന് ഇരയായത്. അദ്ദേഹത്തെ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് ചത്ത എരുമയെ സ്കൂളിന് മുന്നിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലമ്പാറ കിഴിമല ALP സ്കൂളിന് മുന്നിലാണ് എരുമയുടെ ജഡം കണ്ടത്. രാത്രിയിൽ വാഹനത്തിലെത്തി ഉപേക്ഷിച്ചതാണ് എന്നാണ് സംശയം. നീലേശ്വരം പോലീസ് അന്വേഷണം തുടങ്ങി. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു. കൂനത്തറ ആശാദീപം ബസ് സ്റ്റോപ്പിലെ വളവിലായിരുന്നു അപകടം. ഇരു ബസ്സുകളിലെയുമായി 40-ലധികം പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സുകളിലെ ഡ്രൈവർമാരുടെ നില ഗുരുതരമാണ്. കോഴിക്കോട് തിരുവമ്പാടിയിൽ തമ്പലമണ്ണ സിലോൺ കടവിൽ കാറ് പുഴയിലേക്ക് വീണ് അപകടമുണ്ടായി. ഒരാൾ മരിക്കുകയും ചെയ്തു. പച്ചക്കാട് സ്വദേശി മുഹാജിറാണ് മരിച്ചത്. 2 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി. പഞ്ചായത്തിലെ 4 വാർഡുകളിലായി 125ഓളം പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ച സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത്. മറ്റത്തൂർ പഞ്ചായത്തിലെ 2, 4, 7, 9, 10 വാർഡുകളിൽപ്പെട്ട പ്രദേശങ്ങളിലാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വരെ 125 പേർക്കാണ് മറ്റത്തൂരിൽ ഡെങ്കിപ്പനി ബാധിച്ചത്. ഭൂരിഭാഗവും ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. വാർഡ് 9-ലുള്ള ചൊക്കനാത്തോട്ടം മേഖലയിലാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത്. വീടുകളുടെ പരിസരത്ത് അലക്ഷ്യമായി വലിച്ചെറിയുന്ന പഴയ പാത്രങ്ങൾ, പാഴ്വസ്തുക്കൾ തുടങ്ങിയവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കൊതുകുജന്യ രോഗങ്ങളിൽ ഏറ്റവും വലിയൊരു സാധനമാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ 85 പേർക്കോളം 7, 9, 10, 11 വാർഡുകളിലായിട്ട് രോഗികളായിട്ടുണ്ട്.
പലരും സുഖപ്പെട്ടു പോയി, മരണമൊന്നും ഉണ്ടായിട്ടില്ല. ബോധവൽക്കരണം ആയിട്ടും അതേപോലെ തന്നെ കൊതുകിൻ്റെ ഉറവിട നശീകരണം ഒരുമിച്ച് നടക്കുന്ന ഒരു പ്രക്രിയ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫോഗിംഗ്, സ്പ്രേയിംഗ് എന്നിവയിലൂടെ കൊതുകുകളെ ചെറുക്കാമെങ്കിലും ഉറവിട നശീകരണത്തിനാണ് അധികൃതർ ഊന്നൽ നൽകുന്നത്. ചെമ്പൂച്ചിറ സർക്കാർ സ്കൂളിലെ NSS വോളണ്ടിയർമാരെ കൂടി ഉൾപ്പെടുത്തി മറ്റത്തൂർ പഞ്ചായത്തിലെ നൂലുവള്ളിയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡെങ്കിപ്പനി ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്കിലെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, NSS വോളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു. സ്ക്വാഡുകളായി തിരിഞ്ഞ് വീടുകൾ കയറിയിറങ്ങിയാണ് ഉറവിട നശീകരണത്തിൽ ബോധവൽക്കരണം നടത്തുന്നത്. ന്യൂസ് 18 തൃശൂർ. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഴുവൻ ഡയറക്ടർമാരെ പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ മുൻ MLA MC കമറുദ്ദീൻ ഉൾപ്പെടെ 21 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. ഡയറക്ടർമാരിൽ 17 പേരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഹോസ്ദുർഗ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഫാഷൻ ഗോൾഡിന് പുറമെ ഖമർ ഗോൾഡ്, നുജും ഗോൾഡ്, ഫാഷൻ ഗോൾഡ് ഓർണമെന്റ്സ് എന്നീ കമ്പനികളുടെ കേസുകൾ വേറെയുമുണ്ട്. നാട്ടുവർത്തമാനം തുടരുന്നു. അരിക്കൊമ്പിനോടുള്ള ഇഷ്ടം മൂത്ത് കൊമ്പന്റെ 8 അടി ഉയരമുള്ള പ്രതിമ നിർമ്മിച്ച് ഇടുക്കി കഞ്ഞിക്കുഴിയിലെ ഒരു വ്യാപാരി. കഞ്ഞിക്കുഴി സ്വദേശി വെട്ടിക്കാട്ടിൽ ബാബുവാണ് 2 ലക്ഷം രൂപ ചെലവിട്ട് അരിക്കൊമ്പന്റെ ശില്പം നിർമ്മിച്ചത്. ഇടുക്കിയിലെ ജനങ്ങളിൽ മറ്റൊരു വിഭാഗം അരിക്കൊമ്പനെ ഏറെ ആരാധനയോടെയാണ് കാണുന്നത്. വ്യാപാരിയും കഞ്ഞിക്കുഴി തള്ളക്കാനം സ്വദേശിയുമായ ബാബു ഇത്തരത്തിൽ ഒരു ആരാധകനാണ്. കാട്ടുകൊമ്പിനോടുള്ള സ്നേഹപ്രകടനത്തിനായി ബാബു ചെലവിട്ടത് 2 ലക്ഷത്തിലധികം രൂപ. അരിക്കൊമ്പന്റെ 8 അടി ഉയരത്തിലുള്ള പ്രതിമ നിർമ്മിച്ച് വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. അരിക്കൊമ്പൻ എന്ന് എഴുതി വെച്ചതോടെ കാഴ്ചക്കാരും കൂടി. മാധ്യമങ്ങളിൽ കൂടെ ഒരു വാർത്ത വരികയും അരിക്കൊമ്പനെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദുഃഖമുണ്ടായി. അപ്പോൾ ആ ദുഃഖത്തിൻ്റെ പേരിൽ ഞാനൊരു പ്രതിമയുണ്ടാക്കി. അങ്ങനെ അരിക്കൊമ്പൻ എന്നുള്ള ഒരു പേര് വിട്ട് ഞാൻ നമ്മുടെ സ്ഥാപനത്തിന് മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. ചിന്നക്കനാൽ 301 കോളനിയിൽ വർഷങ്ങൾക്ക് മുൻപ് ബാബു സ്ഥലം പാട്ടത്തിനെടുത്ത് ഇഞ്ചി കൃഷി നടത്തിയിരുന്നു. ഇക്കാലത്ത് നിരവധി തവണ അരിക്കൊമ്പനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അന്നേ ആനയോട് ആരാധനയായിരുന്നു. ശില്പനിർമ്മാണം നേരത്തെ തുടങ്ങിയെങ്കിലും അരിക്കൊമ്പൻ കേരളത്തിലും പുറത്തും പ്രശസ്തി നേടിയതോടെ പ്രതിമ വേഗത്തിൽ പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പുന്നയാർ സ്വദേശി ബിനുവാണ് ശില്പം നിർമ്മിച്ചത്. ന്യൂസ് 18 ഇടുക്കി. കാർഷിക കേരളം. തരിശുപാടത്ത് നെൽകൃഷി ഇറക്കി കാസർഗോഡ് പള്ളിക്കര പാടശേഖര നെല്ലുൽപാദക സമിതി 85 ഏക്കറിലാണ് കർഷക കൂട്ടായ്മ വിത്തിട്ടത്. കാലവർഷം ചതിച്ചില്ലെങ്കിൽ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാടശേഖര സമിതി. ചെറുകുണ്ട് റെയിൽപാളത്തിന് സമീപത്തെ തരിശിട്ട ഭൂമി ഉൾപ്പെടെ 85 ഏക്കറിലാണ് പള്ളിക്കര പാടശേഖര നെല്ലുൽപാദക സമിതി നെൽകൃഷിക്കായി വിത്തിറക്കിയത്. ആതിര, മട്ട, ത്രിവേണി, മനുരത്ന എന്നിവയാണ് കൃഷിയിറങ്ങുന്നത്. തുടർച്ചയായ 4ാം വർഷമാണ് ഇവരുടെ കൂട്ടായ്മയിൽ നെൽകൃഷി ഇറക്കുന്നത്. പള്ളിക്കര പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണവും ഇവർക്കുണ്ട്. പുകയില കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണിത്. നെൽകൃഷിയും പുകയിലയും ഒക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണിത്. ഇപ്പോൾ പുകയില കൃഷി തീരെ ഇല്ലാതായി, നെൽകൃഷിയും തീരെ ഇല്ലാതായ ഒരു നിലയിൽ വന്നിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് നമ്മൾ കുറെ ഭൂമി ഈ പ്രദേശത്ത് കൃഷിയെടുക്കാൻ വേണ്ടി തുടങ്ങി. അത് ഇപ്പം വിപുലീകരിച്ചുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൃഷി വ്യാപിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം പൂച്ചക്കാട് വയലിലിറക്കിയ കൃഷിയിൽ മികച്ച വിളവാണ് ലഭിച്ചത്. ഇക്കുറിയും കാലവർഷം ചതിച്ചില്ലെങ്കിൽ നല്ല വിളവാണ് പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. സാധാരണ ആ ഘട്ടങ്ങളിലൊക്കെ തരിശ് കൃഷിയും മറ്റും കൃഷി ചെയ്യുകയും പിന്നീട് അടുത്ത വർഷം അത് തുടരാത്ത ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. എങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. പ്രദേശത്ത് മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനമില്ലാത്തത് ആശങ്കയാകുന്നുണ്ട്. അധികൃതർ ഇടപെട്ട് പരിഹാരം കണ്ടെത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. വീടിന് ചുറ്റുമുള്ള പറമ്പിലും ടെറസിലും വിവിധ ഇനം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുകയാണ് കോഴിക്കോട്ടെ ദമ്പതികൾ. മുക്കം ഭംഗിപുരം ചേങ്ങലേരി മീത്തൽ ഷാജിയും ഭാര്യ പ്രസീതിയുമാണ് വീട്ടുമുറ്റം പച്ചക്കറി പഴവർഗ്ഗങ്ങളാൽ സമൃദ്ധമാക്കുന്നത്. റംബുട്ടാൻ, ഡ്രാഗൺ, സ്വീറ്റ് ലൂബി, റെയിൻ ഫോറസ്റ്റ് പ്ലം, സാൻഡ്രോപ്പ്, വൈറ്റ് ഞാവൽ തുടങ്ങി വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട അഭിയു, പേരയ്ക്ക, സീതപ്പഴം എന്നിങ്ങനെ 50ഓളം ഇനമാണ് മുക്കത്തെ ഈ വീട്ടുമുറ്റത്ത് വളരുന്നത്. ഷാജിയും പ്രസീതയും വീടിന് ചുറ്റുമുള്ള പറമ്പിലും ടെറസിലുമാണ് ഇവ കൃഷി ചെയ്യുന്നത്. സഹകരണ ബാങ്ക് ജീവനക്കാരായ ഇരുവരും ജോലി കഴിഞ്ഞുള്ള സമയമാണ് കൃഷിക്കായി മാറ്റിവെക്കുന്നത്. വീട്ടിലേക്ക് ആവശ്യമായ വ്യത്യസ്ത പച്ചക്കറികളും ഇവർ കൃഷി ചെയ്യുന്നു. മായമില്ലാത്ത ഭക്ഷണം എന്ന ചിന്തയാണ്
കൃഷിയിലേക്ക് എത്തിച്ചതെന്ന് ഇവർ പറയുന്നു. ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഒരു രാത്രി 10-11 മണി വരെ ഉണ്ടാവും. ടോർച്ച് അടിച്ചിട്ടായാലും ഇതിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. അത് എൻ്റെ ഒരു സന്തോഷമാണ്. രാവിലെ ആയിക്കഴിഞ്ഞാലും എങ്ങനെയായാലും ടൈമില്ലേ എന്തായി കഴിഞ്ഞാലും ഒരു മണിക്കൂർ ഞാൻ ഇതിൻ്റെ ഒക്കെ ഉള്ളിലുണ്ടാവും. വ്യത്യസ്ത ഇനം പൂച്ചെടികളും ഇവരുടെ വീട്ടുമുറ്റത്തുണ്ട്. മക്കളായ സ്നേഹയും സാൻവിയും കൃഷിയിൽ തൽപരരാണ്. ന്യൂസ് 18 മുക്കം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.